വേഗഭരിതനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ മാർവലസ് ലൈറ്റിൻ്റെ മീഡിയ മിനിസ്റ്റേഴ്സിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വയലിലെ താമരകളെയും വാനിലെ പറവകളെയും ഒക്കെ പരിപാലിക്കുന്ന നമ്മുടെ പിതാവ് നമ്മെ എത്ര അധികം പരിപാലിക്കും. നമ്മുടെ ആവശ്യങ്ങളിൽ വിശ്വാസത്തോടെ ദൈവത്തെ അറിയിക്കുകയാണ് വേണ്ടത്. ജാതികളെപ്പോലെ അന്വേഷിച്ച് അതിൻ്റെ പിറകെ പോകണ്ട. അപ്പോൾ ഇന്നലെ കേട്ടതിൻ്റെ ബാക്കി ഭാഗം കേൾക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. മാർത്തയുടെയും മറിയുടെയും വീട്ടിലേക്ക് യേശു കർത്താവ് ചെന്നപ്പോൾ മാർത്ത വളരെ ബിസിയായിട്ട് യേശു കർത്താവിനുള്ള ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് മാർത്ത ഒരു കംപ്ലൈൻറ്റുമായിട്ട് യേശു കർത്താവിൻ്റെ അടുക്കൽ വരും നമുക്ക് കാണാം. യേശു കർത്താവിനോട് പറഞ്ഞു, എൻ്റെ സിസ്റ്റർ എന്നെ ഒന്നിനും സഹായിക്കുന്നില്ല, ഒരു ഗസ്റ്റ് വന്നിട്ട് അവർക്ക് ഒന്ന് മാനിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ ഞാൻ പെടാപ്പാട് പെടുകയാണ്, പക്ഷേ ഈ പുള്ളിക്കാരത്തി എന്നെ ഒന്നിലും സഹായിക്കുന്നില്ല എന്ന് കേട്ടപ്പോൾ യേശു കർത്താവ് മറിയെ ശാസിച്ചില്ല, മാർത്തോട് പറഞ്ഞു, നീ ഒരുപാട് പല കാര്യങ്ങളെക്കുറിച്ചും വിചാരപ്പെടുകയാണ്. മറിയെ കണ്ടുപിടിക്ക്, അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു. അതെന്താണ്? ഏതായാലും ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. സംഭവിക്കേണ്ടത് സംഭവിക്കട്ടെ, അങ്ങനെയല്ല. ഒന്നും സംഭവിക്കത്തില്ല. എന്ത് സംഭവിക്കാൻ? വിശ്വസിക്കുന്നവർക്ക് നല്ലതേ വരും. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടങ്ങത്തില്ല. നിങ്ങൾക്കെതിരെ വരുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല. നീതിമാൻ വീണാലും നിലംപരിചയാകത്തില്ല. വശത്ത് 1000 വന്നാലും വലതുവശത്ത് 10,000 വീണാലും നിങ്ങളെ അത് തുടത്തില്ല. ഒരു ബാധയും നിൻ്റെ കൂടെ അതിന് അടുക്കയില്ല. പകൽ സൂര്യനും രാത്രി ചന്ദ്രനും നിന്നെ ബാധിക്കത്തില്ല. എത്ര വാക്യങ്ങളാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഡോണ്ട് വറി. നിങ്ങൾ സമ്പന്നനാകുവാൻ യേശു കർത്താവ് ദരിദ്രനായി. അബ്രഹാമിൻ്റെ സകല അവകാശങ്ങൾക്കും വാഗ്ദത്തങ്ങൾക്കും നിങ്ങൾ അവകാശികളാണ് ക്രിസ്തു യേശുവിൽ. നമ്മെ അപ്പാ പിതാവ് എന്ന് വിളിക്കാനുള്ള പുത്രത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നു. ഇപ്പം മക്കളാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം പരിപാലിക്കും എന്നുള്ള ഒരു ഉറപ്പ് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സർവശക്തനായ ദൈവം യേശുവിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇനി എങ്ങനെ ചെയ്യണം? ഇനി വിശ്വാസത്താൽ ജീവിക്കണം. ഇനി വിശ്വാസത്താൽ ജീവിക്കണം. അത് ഇസ്രായേലിന് പറ്റിയില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്, ചെങ്കടൽ കടക്കുന്ന പോലെ ഈസി അല്ല യോർദാൻ കടക്കുന്നത്. ചെങ്കടൽ ആരംഭവും യോർദാൻ അവസാനവുമാണ്. ഒരു യാത്രയുടെ 2 വാട്ടർ ബോഡികളാണ് ഞാൻ പറയുന്നത്. വാഗ്ദത്തത്തിലേക്ക് എത്തണമെങ്കിൽ ഇത് രണ്ടും കടക്കണം. കനാനിൽ എത്തണമെങ്കിൽ ചെങ്കടൽ കടന്നുകൊണ്ട് കാര്യമായില്ല, യോർദാൻ കൂടെ കടക്കണം. കാരണം യോർദാൻ എന്ന് പറയുന്നത് ചെങ്കടലിനെ പോലെ അത്ര വലുതല്ല, ചെറിയ തോടായിരിക്കാം. പക്ഷേ ഇത് തോടിൻ്റെയും വെള്ളത്തിൻ്റെയും അളവിലല്ല ഇതിൻ്റെ ഇരിക്കുന്നത്. ചെങ്കടൽ കടന്നാൽ റഫീദ് മരുഭൂമിയിലേക്കോ സീനായിലേക്കോ കയറുന്നത് പോലെ അല്ല യോർദാൻ കടന്നാൽ കയറുന്നത്. ഈ ചെങ്കടൽ കടന്നു കഴിഞ്ഞാൽ നിങ്ങളെ സ്വീകരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രസൻസ് ആണെങ്കിൽ, യോർദാൻ കടന്നാൽ നിങ്ങളെ സ്വീകരിക്കാൻ പോകുന്നത് രാക്ഷസന്മാരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ യോർദാൻ കടന്നാൽ എരിഹോ ഉണ്ട്, യോർദാൻ കടന്നാൽ അനാക്യ മല്ലന്മാരുണ്ട്. ഇതിനെ ഫേസ് ചെയ്യുവാൻ കഴിയുമെങ്കിൽ മാത്രം യോർദാൻ കടന്നാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ തോറ്റു പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചെങ്കടൽ കടന്ന് യോർദാൻ എത്തുന്നതിന് മുമ്പേ സ്പിരിച്വലി മെച്ചൂർഡാകണം, ശക്തന്മാരായി തീരണം. അതിനാണ് ഒരു കാലഘട്ടം ദൈവം നമുക്ക് തരുന്നത്. 2019 നമ്മളോട് ടാറ്റ പറയുന്നത് കൊണ്ട് നമ്മളൊന്നും തീരാൻ പോകുകയല്ല. ഒരു പുതിയ വർഷം ദൈവം നമുക്ക് തരുന്നത് നമുക്ക് തന്നെ ശക്തന്മാരാക്കുവാൻ ദൈവം തരുന്ന ഒരു വലിയ അവസരമാണ്. ഇത് ഇന്ത്യക്ക് മാത്രമല്ലല്ലോ 2020 വരുന്നത്. അതുകൊണ്ട് എന്നെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് യൂട്യൂബ് വഴി കാണുന്നവരോട് ഞാൻ പറയട്ടെ, ഈ കാലഘട്ടങ്ങളിൽ ഒരു സമയം ദൈവം നിങ്ങൾക്ക് തരുന്നത് അതൊരു ബ്രാക്കറ്റ് പീരീഡാണ്. അത് ദൈവത്തിൻ്റെ പദ്ധതി തീർക്കുവാനുള്ള ഒരു സമയമാണ്. നമ്മുടെ പ്രശ്നം ആലോചിച്ചിരിക്കാനുള്ള സമയം ഇനി ഇല്ല. നിങ്ങൾ പ്രശ്നം ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമ്മുടെ പ്രശ്നം തീരത്തില്ല. ഇതുവരെ ചിന്തിച്ചിട്ട് ഒരാളുടെയും പ്രശ്നം തീർന്നിട്ടില്ല. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അല്ല. ദൈവം നമുക്കൊരു വലിയ പദ്ധതി മുന്നിൽ ഒരുക്കിയിട്ടുണ്ട്. നല്ല ഓട്ടം ഞാൻ ഓടി, എൻ്റെ വിശ്വാസത്തെ ഞാൻ കാത്തു. നല്ല യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഭടന്മാരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 2019 അവസാനത്തെ ഞായറാഴ്ചകൾ ദൈവം നിങ്ങളിവിടെ ഇടപെടുകയാണ്. 2019 കഴിഞ്ഞാൽ 2020 വരും.
21 വരും. അതിനനുസരിച്ച് നമ്മൾ കർത്താവിൽ സ്ട്രോങ് ആകുക മാത്രമേ നിവൃത്തിയുള്ളൂ. കാരണം വലിയൊരു ദൗത്യം നമ്മുടെ മുന്നിലുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കരഞ്ഞു കാണിച്ചാൽ പിശാച് പോകത്തില്ല. ലോകത്തിന്റെ അധിപതിയെ നമ്മളോട് ദയ കാണിക്കുന്നവനല്ല. അവൻ ശക്തിപ്പെട്ട് തന്നെ വരികയാണ്. അവനെ എതിർക്കുവാൻ പണം കൊണ്ട് അവനെ എതിർക്കാൻ കഴിയത്തില്ല, പൊളിറ്റിക്സ് കൊണ്ട് അവനെ എതിർക്കാൻ കഴിയത്തില്ല, മറ്റുള്ള പവർ കൊണ്ട് അവനെ എതിർക്കാൻ കഴിയത്തില്ല. ആത്മീയ ശക്തി കൊണ്ട് മാത്രമേ ശത്രുവിനെ ജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ശത്രുവിനെ നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ. യെസ്. അതുകൊണ്ട് എന്തുടുക്കും എന്തു തിന്നും അത് നിർത്ത്. അടുത്തത് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് തിരിച്ചു വന്നേ, 6-ാം അധ്യായം 26. നാം എന്തു തിന്നും എന്തു കുടിക്കും എന്തു ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. രക്ഷിക്കപ്പെടാത്തവര് ആണെങ്കിൽ സമ്മതിക്കാം, അവരെന്ത് തിന്നും എന്ത് ഉടുക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കട്ടെ. ഇല്ലെന്ന് പറഞ്ഞില്ല. അവര് നാച്ചുറലാണ്. അവര് 1 കൊരിന്ത്യർ 2:14 പറഞ്ഞത് അവര് ദൈവത്തിന്റെ ഉപദേശം കേൾക്കുന്നവരല്ല, അവര് ജാതികളാണ്. ഇവിടെ ജാതികൾ എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ കവനന്റിൽ ഇല്ലാത്തവരാണ്. അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾക്ക് വാഗ്ദത്തം ഉള്ളവരല്ലിവർ. ഹല്ലേലൂയ. ഈ വകയെല്ലാം എന്തും തിന്നും എന്തുടുക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ എന്ത് തിന്നും എന്തുടുക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പേരെന്താ? ജാതി. ജാതികൾ അന്വേഷിക്കട്ടെ. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. ജാതികൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കും, അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ടേ? അങ്ങനെയല്ല. നിങ്ങൾക്കിത് ആവശ്യമെന്ന് നിങ്ങളുടെ അപ്പൻ അറിയുന്നെന്ന്. നിങ്ങൾക്കിത് വേണ്ടെന്നല്ല. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. പക്ഷെ നിങ്ങളിത് അന്വേഷിക്കണ്ട. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ്, നേരത്തെ പറഞ്ഞു നിങ്ങളുടെ പിതാവ് അവരെ കരുതുന്നു. ഇപ്പൊ പറഞ്ഞു നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നല്ലോ. നിങ്ങളുടെ പിതാവ് ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടെന്നല്ല. ജാതികൾ അന്വേഷിച്ചതും അവര് പ്രയാസപ്പെട്ട് അവര് വർഷങ്ങൾ ഇതിന്റെ പിറകെ ഓടിയിട്ട് കിട്ടാത്തത് നിങ്ങളുടെ മടിയിൽ, വിശ്വസിക്കുന്നവരുടെ മടിയിൽ ദൈവം കുടഞ്ഞിടും. ഞാൻ പറയുന്ന പ്രവചനമാ പറയുന്നത്. ജാതികൾ അന്വേഷിച്ചിട്ട് കിട്ടാത്തത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് വരുന്നത്. അത് നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ വിശ്വസിച്ചിട്ടാ. ഓ ജീസസ്. അനേകർ പ്രയാസപ്പെട്ടത്, അനേകർ മുട്ടിയിട്ട് തുറക്കാത്ത വാതിൽ നിങ്ങളുടെ മുന്നിൽ തുറക്കും. അനേകർ അന്വേഷിച്ചിട്ട് കണ്ടെത്താത്തത് നിങ്ങൾ കണ്ടെത്തും. അനേകർ ചോദിച്ചിട്ട് കിട്ടാത്തത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. ഇപ്പൊ സന്തോഷം തന്നെ ഒരു ഉദാഹരണം എടുക്കട്ടെ. സന്തോഷം, ഒരു സന്തോഷത്തിന് വേണ്ടി സിനിമയുടെ പിറകെ പോകുന്നു, സീരിയലിന്റെ പിറകെ പോകുന്നു, കഞ്ചാവിന്റെ പിറകെ പോകുന്നു, കള്ളിന്റെ പിറകെ പോകുന്നു. വലിച്ചു വിടുന്നില്ലേ നീ? അപ്പൊ എന്നിട്ടും നിനക്ക് സന്തോഷം കിട്ടുന്നില്ല. കിട്ടിയ സന്തോഷം 2.5 മണിക്കൂർ കൊണ്ട് തീരുമ്പോ ദൈവം കൊടുക്കുന്ന സമാധാനം നിത്യമാണ്. അത് ലോകം കൊടുക്കുന്നത് പോലെ അല്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14:27 26 27 എടുത്തേ. 14 26 27. യോഹന്നാന്റെ സുവിശേഷം, Gospel of John chapter 14. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് തന്നെ ഞാൻ കൊണ്ടുവന്ന എന്റെ സമാധാനം നിങ്ങൾക്ക് തരുവാനാണ്. അത് തന്നു എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. ഇതാ പറയേണ്ടത്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. പ്രശ്നങ്ങൾ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ ചിരിച്ചത് കൊണ്ടോ നിങ്ങൾ സന്തോഷിക്കുന്നത് കൊണ്ടോ പ്രശ്നം തീരത്തില്ല. പക്ഷേ പ്രശ്നത്തിന് മുമ്പ് നിങ്ങൾ കരഞ്ഞാലും പ്രശ്നം അവിടെ തന്നെ കാണും. അപ്പൊ നിങ്ങൾ ചിരിക്കുന്നതും കരയുന്നതും പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമുള്ള കാര്യമല്ല. പിന്നെ ഞാൻ ഈ പ്രശ്നം കാണുമ്പോൾ ഞാൻ എന്തിനു ചിരിക്കുന്നു? അതിന്റെ കാര്യം പ്രശ്നത്തെക്കാൾ വലിയൊരു ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് പ്രശ്നത്തെ കാണുമ്പോൾ ഞാൻ ചിരിക്കുന്നത്. യെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ചിലവർക്ക് മനസ്സിലാക്കുന്നില്ല ഈ പ്രശ്നം. ഇത്രയും പ്രശ്നമുള്ള ഈ സഹോദരി, ഇത്രയും പ്രശ്നമുള്ള ഈ സഹോദരൻ എന്ത് കണ്ടിട്ടാണ് ചിരിക്കുന്നത്? ഞങ്ങൾ പ്രശ്നത്തെ കണ്ട് ചിരിക്കുന്നതിൻ്റെ കാര്യം, പ്രശ്നത്തിൻ്റെ പിറകിൽ ഞങ്ങളുടെ പ്രൊവിഷൻ ഉള്ളത് കൊണ്ട്. ഈ പ്രശ്നത്തിൻ്റെ പിറകിൽ നിങ്ങൾ കാണാത്തൊന്ന് ഞങ്ങൾ കാണുന്നു. യെസ്, ഹല്ലേലൂയ. ഈ രക്ഷിക്കപ്പെട്ടവർ കാണുന്നതൊന്നും രക്ഷിക്കപ്പെടാത്തവർക്ക് കാണാൻ പറ്റത്തില്ല. ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ സ്വപ്നങ്ങൾ കാണാറുണ്ട്. പലരും സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. ദർശനങ്ങളും കണ്ടിട്ടുണ്ട്, സ്വപ്നങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിലർ ചോദിച്ചു, സ്വപ്നങ്ങൾ കാണണം, ദർശനങ്ങൾ കാണണം, അതിപ്പോൾ യോവയിൽ പ്രവചിച്ചതുപോലെ നിങ്ങളുടെ യുവാക്കന്മാരും യുവതികളും അല്ലെങ്കിൽ യൗവനക്കാർ ഇല്ലെങ്കിൽ പ്രായമുള്ളവർ സ്വപ്നങ്ങൾ കാണും, യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. അപ്പോൾ രക്ഷിക്കപ്പെടാത്തവർക്ക് സ്വപ്നങ്ങളില്ലേ സാർ? സ്വപ്നങ്ങളുണ്ട് സാർ. പക്ഷെ ഞങ്ങൾ കാണുന്ന സ്വപ്നം ദൈവത്തിൽ നിന്ന് വരുന്ന സ്വപ്നമാണ്, പേടി സ്വപ്നമല്ല. യെസ്. അപ്പൊ പെട്ടെന്ന് ചോദിക്കുന്നത്, നെബൂഖദ്നേസർ കണ്ട സ്വപ്നം അത് ജഗത്താൽ നിന്നാണോ ദൈവത്തിൽ നിന്നാണോ? ഓക്കെ, ഞാൻ പറയാം. നെബൂഖദ്നേസർ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫറവോൻ കണ്ടിരിക്കുന്ന ഈ സ്വപ്നങ്ങളെല്ലാം ദൈവത്തിൻ്റെ നിന്ന് വാങ്ങിയതാണ്. ഫറവോൻ കണ്ടിരിക്കുന്ന മെലിഞ്ഞ 7 പക്ഷു, തടിച്ച 7 പശു, ഇതെല്ലാം യോസേഫ് കാറ്റയും നക്ഷത്രങ്ങളെയും കണ്ടതുപോലെ തന്നെയാണ്. പക്ഷേ ഈ ഫറവോൻ ഈ സ്വപ്നങ്ങൾ കണ്ടിട്ട് എന്തെന്ന് മനസ്സിലാകാതെ സ്വപ്നം അദ്ദേഹത്തിന് സുഖം കൊടുത്തെന്നല്ല, അദ്ദേഹത്തിൻ്റെ ഉറക്കത്തെ കെടുത്തിയെന്ന്. ഞങ്ങൾക്ക് കിട്ടുന്ന സ്വപ്നം ഞങ്ങൾ ഉറക്കത്തെ കെടുത്തുന്ന സ്വപ്നമല്ല, നന്നായി ഉറങ്ങുന്ന സ്വപ്നമാണ് ഞങ്ങൾ കാണുന്നത്. യെസ്, സ്വപ്നം ഒരിക്കലും ആഗ്രഹിക്കത്തില്ല ഫറവോൻ ഇനി ഒരു സ്വപ്നം കാണാൻ. കാരണം 2 സ്വപ്നം കണ്ടോടുകൂടെ പുള്ളി തീർന്ന്. ആ സ്വപ്നം എന്തിനെന്നോ, ചിലതിനെ പുറത്ത് കൊണ്ടുവരാനാ. കാരാഗ്രഹത്തിൽ ഒരുത്തനെ ആവശ്യമില്ലാത്ത കുറ്റം ചുമത്തി ഒരുത്തനെ കാരാഗ്രഹത്തിൽ ഇട്ട സമയത്ത് ദൈവത്തിന് ഇവിടെ സ്വപ്നം കൊടുക്കേണ്ടി വന്നു. കാരണം ചിലവന്റെ സ്വപ്നമേ കൊടുക്കത്തുള്ളൂ. ഒരിക്കലും ഒരു ജാതി സ്വപ്നത്തെ വ്യാഖ്യാനിക്കാനുള്ള കൃപാവരം കൊടുത്തിട്ടില്ല ദൈവം. സ്വപ്നങ്ങൾ കാണാം, അതിന് നിങ്ങൾ രക്ഷിക്കപ്പെടണമെന്നില്ല. പക്ഷേ ഈ കാണുന്ന സ്വപ്നം എന്താണെന്ന് പറയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവുള്ള ഒരുവൻ വന്ന് അതിനെ വ്യാഖ്യാനിച്ചാലേ നിങ്ങൾക്ക് ഇത് എന്തെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇത് മനസ്സിലാക്കത്തോടത്തോളം കാലം സ്വപ്നം സ്വപ്നമായി കിടക്കും. അങ്ങോട്ടും തിരിഞ്ഞു കടന്നു, ഇങ്ങോട്ടും തിരിഞ്ഞു കടന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. സ്വപ്നം അസഹ്യപ്പെടുത്തിയെന്ന്. ഒരിക്കലും ഫറവോന് ഒരു സ്വപ്നം വേണ്ടേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ അത് ഏത് ജഗത്താനോ ദൈവമോ എന്താ അറിയത്തില്ല. പക്ഷേ എനിക്കിനി സ്വപ്നം വേണ്ട. കാരണം അർത്ഥമറിയാത്ത സ്വപ്നം കിട്ടിയിട്ട് എന്താ കാര്യം? അർത്ഥമറിയാത്ത സ്വപ്നം കിട്ടിയിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടപ്പോൾ അപ്പോഴാണ് ആ പ്രമാണി എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം, യോസേഫ് സഹായിച്ച ഒരുത്തൻ മറന്നുപോയവൻ ഓർമ്മ വന്നു. സാർ, ഞാനും ഇതുപോലെ ഒരു സ്വപ്നം കണ്ടു സാർ. എനിക്ക് മനസ്സിലാകാതിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവുള്ള ഒരുത്തൻ ഇതിനെ വ്യാഖ്യാനിച്ചു തന്നു ജയിലിൽ വെച്ചിട്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എന്താണെന്ന്. ഇന്ന് നീ കൊട്ടാരത്തിൽ ലക്ഷക്കണക്കിന് ശമ്പളം കൊടുത്തിട്ട് ഇരുത്തുന്ന ഒരുത്തർക്കും ഇത് വ്യാഖ്യാനിക്കാൻ പറ്റിയില്ലെന്ന് ഉറപ്പല്ലേ? പിന്നല്ല ഫറവോന്. ഫറവോൻ അന്നത്തെ രാജാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു രാജാവ്. ഫറവോൻ അവന് കഴിവുള്ള സകലരെയും ലോകത്തു നിന്ന് ഇറക്കി ഇതൊന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടി കൊടുന്നു വെച്ച് ഒരുത്തന് വ്യാഖ്യാനിക്കാൻ കഴിയാതെ ഇയാൾ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് ഒരുത്തന് ഒരു ആശ്വാസ വാക്കുമായി പറയുന്നത്, ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം പറയാം. എന്താണ്? സാറേ, എന്നോട് ദേഷ്യപ്പെടരുത്, എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അവനും വിശ്വാസത്തിലല്ലോ. എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പം എന്നെ സഹായിച്ച ഒരുത്തൻ ഉണ്ട്. അവനെവിടെ ഉണ്ട്? ജയിലിലുണ്ട്. തടവറയിലുണ്ടെന്ന്. തടവുള്ളി. യെസ്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൊട്ടാരത്തിലുള്ളവന് സാധിച്ചില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ തടവിലുള്ളവരെ നോക്ക്. അവന് നിന്റെ ആൾക്കാരില്ലാത്തൊരു പ്രത്യേകത അവനുണ്ട്. എന്താണ് അവൻ്റെ പ്രത്യേകത? അവൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരുത്തനെ പുറത്തു കൊണ്ടുവരുവാൻ, അവനെ രാജസിംഹാസനത്തിൽ തിരുത്തുവാൻ, അവൻ കണ്ട സ്വപ്നത്തിന്റെ നിവർത്തീകരണത്തിന് വേറൊരുത്തന് ദൈവം സ്വപ്നം കൊടുത്ത്. മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്? ചിലവർക്ക് ദൈവം സ്വപ്നം കൊടുക്കുന്നത് വേറെ ചിലതിന്റെ സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിനാണ്. യോസേഫിന് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു.
അതിപ്പോൾ പൂർത്തീകരണത്തിൻ്റെ അടുക്കൽ വക്കിൽ വന്നിരിക്കുക, പൂർത്തീകരിച്ചിട്ടില്ല. അത് പൂർത്തീകരിക്കണമെങ്കിൽ സെക്കൻഡുകൾ മതി. നിങ്ങളൊരു കാര്യം പറയണം, ഈ സ്വപ്നം വ്യാഖ്യാനിക്കാൻ യോസെഫ് മൊത്തം എടുത്തിരിക്കുന്നത് മാക്സിമം പോയാൽ 1 മണിക്കൂറാണ്. ഈ യോസെഫ് ഒരിക്കലും ഫറവോനെ കണ്ടിട്ടില്ല. എങ്ങനെ കാണാനാ തടവുപുള്ളി? അതുമല്ല, ഇദ്ദേഹം പോത്തിഫറിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. അവിടുത്തെ ജയിലിൽ നിന്ന് പോത്തിഫറിൻ്റെ ഭാര്യയുടെ കംപ്ലൈൻറ്റ് പ്രകാരം അവിടുന്നാണ് രാജാവിൻ്റെ ഈ ജയിലിലേക്ക് മാറ്റുന്നത്. അപ്പോൾ രാജാവിൻ്റെ ഭടന്മാർ കിടക്കുന്ന ജയിലിലാണ് ഇപ്പോൾ യോസെഫ് ഇരിക്കുന്നത്. നിനക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ട്രാൻസ്ഫർ നല്ലതിനാണ്, എന്തോ പദ്ധതി ഇതിൻ്റെ അകത്തുണ്ടേ. അപ്പോൾ ദൈവമാണ് ചുക്കാൻ പിടിച്ചിരിക്കുന്നെങ്കിൽ നീ നിന്ന് കൊടുത്താൽ മതി. ദൈവത്തിനറിയാം നിന്നെ എങ്ങനെ കൊണ്ടുപോകണം. ഒന്നും സാഹചര്യം കൊണ്ടല്ല, എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നീ വെറുതെ നിന്ന് കൊടുത്താൽ മതി. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യോസേഫിന്റെ സ്വപ്നമാണ് ഇപ്പൊ പൂർത്തീകരിക്കാൻ പോകുന്നത്. ആ പൂർത്തീകരണത്തിന് വേണ്ടി ഫറവോന് ഒരു സ്വപ്നം ദൈവം കൊടുത്തു. ആ ഫറവോന്റെ സ്വപ്ന വ്യാഖ്യാനത്തിന് ശേഷം ആകെ 1 മണിക്കൂറാണ് ഇവരുടെ തമ്മിലുള്ള ഡയലോഗും ആ ഒരു എൻകൗണ്ടർ എന്ന് പറയുന്നത് 1 അവറാണ്. വിത്തിൻ 1 അവർ ഒരു ചേഞ്ച് വന്നതെന്നോ, തടവുള്ളി രാജാവിൻ്റെ സിംഹാസനത്തിൽ കയറി. ഒറ്റ മണിക്കൂർ. അപ്പൊ അതുകൊണ്ട് ദൈവം നിനക്ക് തരുന്ന സ്വപ്നം പൂർത്തീകരണത്തിലേക്ക് വക്കിൽ വന്ന് നിന്നാൽ അതിനെ പെട്ടെന്ന് വേറെ ലെവലിലേക്ക് ചാടിക്കുവാൻ ദൈവത്തിന് 1 മണിക്കൂർ വേണ്ടെന്ന്. ഒരുത്തൻ്റെ അവസ്ഥ മാറ്റാൻ നീ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട. ഞാൻ ജയിലായിപ്പോയല്ലോ, എൻ്റെ കുടുംബത്തെ നഷ്ടപ്പെട്ടല്ലോ, എൻ്റെ സഹോദരന്മാർ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നൊന്നും ചിന്തിക്കണ്ട. നീ നിനയ്ക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി കഴിയുവാൻ ആമേൻ നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കിക്കോ. ഓ ജീസസ്. നീ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ നിന്റെ അവസ്ഥ ദൈവം മാറ്റും. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ദൈവം നിന്റെ അവസ്ഥ മാറ്റും. എൻ്റെ യോസേഫേ, നീ ഏത് കോളേജിൽ പഠിച്ചിട്ടാണ് സിംഹാസനത്തിൽ കയറിയത്? ഏത് മന്ത്രി റെക്കമെൻഡ് ചെയ്തിട്ടാണ് നീ ഇവിടെ വന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ അകത്തുണ്ടായിരുന്ന ഒരൊറ്റ കാരണം കൊണ്ട് അനേകർക്ക് ചെയ്യാൻ കഴിയാത്ത നിഷ്പ്രയാസം ഒരു ബൈബിൾ കോളേജിലും പഠിക്കാതെ, സാറേ നിങ്ങൾ കണ്ടിരിക്കുന്ന വ്യാഖ്യാനം ഇതാണ്, ആദ്യത്തെ 7 വർഷവും അടുത്തൊരു 7 വർഷവും ബുദ്ധി ഉണ്ടെങ്കിൽ കേട്ടോ, നീ സൂക്ഷിച്ചാൽ നിനക്ക് നല്ലതെന്ന് പറഞ്ഞതും ആമേൻ രാജാവിന് മനസ്സിലായി. ഇവൻ സാധാരണക്കാരനല്ല, ദൈവത്തിന്റെ ആത്മാവുള്ള ഇവൻ ഇനി ആമേൻ ജയിലിലല്ല കിടക്കേണ്ടത്, അവൻ വരേണ്ടത് ആമേൻ ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് ആ സിംഹാസനത്തിൽ ഇരുത്തുവാൻ ദൈവത്തിന് പദ്ധതിയായി കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. അനേകം ശ്രമിച്ചിട്ട് കിട്ടാത്തതാണ് ദൈവം നിന്റെ മടിയിൽ കുടഞ്ഞിടാൻ പോകുന്നത്. ദൈവത്തിന്റെ ആത്മാവുണ്ടെന്ന ഒരൊറ്റ കാര്യം കൊണ്ട് ദൈവം നിന്റെ അവസ്ഥ മാറ്റാൻ പോകുന്നെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് മാറ്റപ്പെടുത്തിയാട്ട്. ചുമ്മാതാണോ ഞങ്ങൾ ചിരിക്കുന്നത്? ചുമ്മാതാണോ ഞങ്ങൾ സന്തോഷിക്കുന്നത്? ആമേൻ. അനേകം ശ്രമിച്ചിട്ട് കിട്ടാത്തത് ദൈവം ഞങ്ങളെ കൊണ്ട് ജയിക്കുന്നു ഉറച്ചു വിശ്വസിക്കുന്നവേ, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. വിചാരപ്പെട്ടത് കൊണ്ട് ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. വിശ്വസിച്ചാൽ ഇവിടെ പലതും നടക്കും. ഹല്ലേലൂയ. എന്നിട്ട് എന്താണ് ഞങ്ങളുടെ സഭയിൽ സന്തോഷം വരാത്തത്? അതിന് എം.എ. പാസ്റ്റർ പറഞ്ഞ ഒരു മറുപടി ഞാൻ പറയാം. നിന്റെ ചർച്ചിൽ അടിച്ചത് മന്ദമരുതനാണെങ്കിൽ ഞങ്ങളുടെ സഭയിൽ അടിക്കുന്നത് കൊടിയ കാറ്റ. ഇളം കാറ്റല്ല അടിക്കുന്നത്, കൊടിയ കാറ്റ അടിക്കുന്നത്. അതിതാഴ്വരകളിൽ സൈന്യം എഴുന്നേൽക്കണമെങ്കിൽ ചെറിയ കാറ്റടിച്ചാ പോരാ, 4 ദിക്കിൽ നിന്ന് കാറ്റടിക്കണം. ഇന്ന് വാതില് തുറന്നു കൊടുക്ക് കാറ്റടിക്കുവാൻ.
ഈ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ വന്നത് ദേവാലയത്തിലായിരുന്നോ ബെഡ്റൂമിലായിരുന്നോ? ഒരു മുറിയിലെന്നാ ഞാൻ പറഞ്ഞു. അവരത് സൂക്ഷിക്കണമായിരുന്നു. ശബ്ദം പുറത്തു വന്നതുകൊണ്ടാണ് യഹൂദന്മാർ രക്ഷിക്കപ്പെട്ടത്. ആദ്യമായി 3000 പേര് കുത്തുകൊണ്ട് മാനസാന്തരപ്പെടാനുള്ള കാരണം ഈ ശബ്ദം പുറത്തു പോയത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ശബ്ദം ഞങ്ങൾ മാത്രം സന്തോഷിക്കാനുള്ളതല്ല, ഇത് പുറത്തു പോകേണ്ട ശബ്ദമാണ്, പുറത്തു പോകേണ്ട സന്തോഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ദൈവമാണ് തരുന്ന ഒരു ശുശ്രൂഷ എന്നുണ്ടെങ്കിൽ, അത് ദൈവത്തിൽ നിന്നാണ് പ്രാഗൽഭ്യം നിനക്കുണ്ടെങ്കിൽ, നിനക്കെന്തിനാ പേടി? ചിലൊരു ചോദ്യം, യേശു കർത്താവ് ചിരിച്ചോ? ബൈബിളിലുണ്ടോ? യേശു കർത്താവ് അന്യഭാഷ പറഞ്ഞത് ബൈബിളിലല്ലോ. എന്നിട്ടെന്താ നീ ഇരുന്ന് 24 മണിക്കൂർ അന്യഭാഷ പറയുന്നത്? യേശു കർത്താവ് അന്യഭാഷ പറഞ്ഞത് ബൈബിളിൽ എഴുതിയിട്ടില്ല സാർ. യേശു കർത്താവ് ഒരുത്തൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. തെളിയിക്കാവോ? ഞാൻ പറയുന്നു, യേശു കർത്താവ് ഒരു വ്യക്തിയുടെയും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ദൂരത്തുനിന്ന് ശിഷ്യന്മാർ കണ്ടത് ശരിയാണ്, പക്ഷെ ഒരുത്തൻ്റെയും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. ഒരു സ്ഥലത്ത് മാത്രം അവർ ആരാധിക്കുമ്പോൾ എന്നുണ്ട്, അതിൽ യേശു ഉണ്ട്. അവിടെ യേശു കർത്താവ് സ്ഥലത്തുണ്ട്, പക്ഷേ യേശു കർത്താവ് കൂട്ടത്തിൽ ആരാധിച്ചൊന്നും വാക്യമില്ല. പിന്നെ എന്തിനാ നീ ആരാധിക്കുന്നേ? യേശു ചെയ്തതേ നീ ചെയ്യൂ. 1 കൊരിന്ത്യർ 14:6 1 കൊരിന്ത്യർ 14:6 വാക്യങ്ങളൊക്കെ എഴുതിയെടുത്തോ കേട്ടോ. സഹോദരന്മാരെ, ഞാൻ വെളിപാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം വരും? ആദ്യം എനിക്ക് ഇതിന്റെ മറുപടി തരണം. നിങ്ങൾ സഭകളിലെല്ലാം കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് മറന്ന് ആരാധിക്കുകയാണല്ലോ. പൗലോസ് ചോദിച്ച ഒരൊറ്റ ചോദ്യം, നിങ്ങൾ വെളിപ്പാടായിട്ട് വാ, ജ്ഞാനമായിട്ട് വാ, അറിവായിട്ട്, പ്രവചനമായിട്ട് വാ, ഉപദേശമായിട്ട് വാ, അല്ലാതെ ഞാൻ അങ്ങനെ സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് ചുടമന കടകല ഗജകന എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം വരും? 14:23 എടുത്തേ. സഭയൊക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നു എങ്കിൽ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് പ്രാന്തുണ്ട് എന്ന് പറയുകയില്ലയോ? എന്തോ? എനിക്കിതിന് മറുപടിയാ. സഭയൊക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെങ്കിൽ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്ത് വന്നാൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, അതിന് ഞങ്ങളിൽ അങ്ങനെ ആരും അകത്ത് വരാറില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് നിന്ന് ജാമ്യം കിട്ടി. അടുത്തത് 27-28 കൂടെ വായിച്ചു വെച്ചേ. സകലവും ആത്മീക വർധനയ്ക്കായി ഉതകട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ. അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. ഓക്കെ, 2-3 പേര് അന്യഭാഷയിൽ പറഞ്ഞാൽ മതി, ഇതിൽ കൂടുതൽ എല്ലാവരും കൂടെ കയറി പറയല്ലേ. അന്യഭാഷയിൽ സംസാരിക്കുന്നെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ. അവ ഓരോരുത്തനായി സംസാരിക്കുകയും ഒരുത്തൻ സംസാരിക്കുമ്പോൾ വേറൊരുത്തൻ വ്യാഖ്യാനിക്കട്ടെ. അടുത്തത്, വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ, വീട്ടിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചോളാം, അതാ സഭയിൽ മിണ്ടരുതെന്ന് പറഞ്ഞു. മനസ്സിലായ? ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം മുഴുവനും യേശു കർത്താവ് സന്തോഷം സന്തോഷം, ദ്രഹ്മപ്പണം തിരിച്ചു കിട്ടിയപ്പോൾ സന്തോഷം, ഒരാടിനെ തിരിച്ചു കിട്ടിയപ്പോൾ സന്തോഷം, മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ സന്തോഷം. യേശു കർത്താവ് പറഞ്ഞു മൂട്ടം സന്തോഷമാ. അപ്പൊ സന്തോഷം വന്നാൽ ഞങ്ങൾ കരയണം. അപ്പൊ പറഞ്ഞു സന്തോഷം വന്നാൽ ചിരിക്കാം. ചിരി പല രീതിയിലുണ്ട്. പുഞ്ചിരി എന്ന് പറയും, ചെറുചിരിയല്ല, പുഞ്ചിരി. ഇങ്ങനെ കാണിക്കുന്നതാണ് പുഞ്ചിരി. അത് ഞാനാ തീരുമാനിക്കുന്നത് എങ്ങനെ ചിരിക്കണം. എനിക്ക് ഇച്ചിരി സന്തോഷമേ കിട്ടിയില്ലെങ്കിൽ ചിലരങ്ങനെയാ, വലിയ ഉപദ്രവമൊന്നുമില്ല. പക്ഷെ സന്തോഷം വന്നാൽ സന്തോഷം പ്രകടിപ്പിക്കുന്നത് 3 ലെവലിലാണ്. 1, ഞങ്ങൾ പാടും.
സന്തോഷമുള്ളവർ പാട്ട് പാടട്ടെന്ന്. അതുകൊണ്ടല്ലേ നമ്മൾ പാടുന്നേ. നമ്മൾ പാടിയിട്ടില്ലെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലും സംഭവിക്കും ഇവിടെ. ഞങ്ങൾ പാടുന്നത് അതുകൊണ്ടാണ് ഞാൻ സഭയിൽ പറഞ്ഞത്, ഈ ഫ്യൂണറൽ സർവീസിന് പാട്ട് പാടും, ചിലയിടത്ത് കത്രിമേശയ്ക്ക് പാട്ട് പാടും, ചിലർക്ക് ആരാധനയ്ക്ക് പാട്ട് പാടും. ഇപ്പം ഈ ആരാധന വിശ്വാസ ഗീതങ്ങളല്ല, അനുഭവ ഗീതങ്ങളും ആശ്വാസ ഗീതങ്ങളും കൂടെ കുത്തി കെട്ടിയ ഒരു ബുക്കുണ്ടല്ലോ, അതിൽ ആദ്യം എഴുതിയിട്ടുണ്ട് സംസ്കാര ചടങ്ങിൽ പാടാനുള്ള പാട്ടുകൾ, മരണ ശുശ്രൂഷയ്ക്ക് പാടുന്ന പാട്ടുകൾ, വിവാഹത്തിന് പാടുന്ന പാട്ട്, ആരാധനയ്ക്ക് പാടുന്ന പാട്ട്. അതെന്തിനാ അങ്ങനെ തിരിച്ചിരിക്കുന്നത്? അപ്പം സന്തോഷിക്കുന്നത് കൊണ്ട് ഈ സന്തോഷം പ്രകടിപ്പിക്കുന്ന 3 രീതിയിലാണ്. 1, ഞങ്ങൾ പാട്ട് പാടും. 2, ഞങ്ങൾ നൃത്തം ചെയ്യും. ഇനി 3, അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ ഒരു പോക്കുണ്ട്, അവിടെയാണ് ഞങ്ങൾ ചിരിക്കുന്നത്. 1, ഞങ്ങൾ പാട്ട് പാടും, 2, ഞങ്ങൾ നൃത്തം ചെയ്യും, 3 ഞങ്ങൾ ചിരിക്കും. എന്തിനാ ഞങ്ങൾ ചിരിക്കുന്നത്? ദൈവത്തിന് ഇഷ്ടമായതുകൊണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ, ഞങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കാവുന്നതല്ല, ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതായാലും ഈ മെസ്സേജും നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, പല രീതിയിൽ പല വിഷയങ്ങളെക്കുറിച്ച് ഭാരപ്പെടുന്നവരാണ് നല്ലൊരു ശതമാനം. ഞങ്ങളിത് എത്രയൊക്കെ പറഞ്ഞാലും എന്നാണ് എൻ്റെ ഒരു അവസ്ഥ മാറുന്നതെന്ന് ചിന്തിക്കുന്നവരാണ് നല്ലൊരു ശതമാനം. പക്ഷെ ഒന്ന് ഞങ്ങൾക്കറിയാം, എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ വരണമെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചേ പറ്റും. അതുകൊണ്ട് ഈ ജനത്തിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും അവരിന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിപൂർണ്ണ വിടുതൽ ഇന്ന് അവർക്കുണ്ടാകുവാനിടയാകട്ടെ. സഹായിച്ചത് നന്ദി. യേശുവിൻ നാമത്തിൽ സ്വകപിതാവേ, ആമേൻ.